ഹലോ നീറ്റ് ആസ്പിരൻസ് 2024 മെയ് 5-ാം തീയതി നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളാണ് ഈ വീഡിയോ കാണേണ്ടത്. ബിക്കോസ് വി ഹാവ് ഓൺലി 1 month ലെഫ്റ്റ്, റൈറ്റ്? ആകെ ഒരു മാസമാണ് നമ്മുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത്. സോ എല്ലാ ആൾക്കാരും ഇനി ലാസ്റ്റ് ഒരു മാസം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷനൊക്കെ തുടങ്ങുന്ന ഒരു സമയത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ സമയമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമുക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നതിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടേ ഇരിക്കുക തന്നെയാണ് വേണ്ടത്. ബട്ട് എനിവേ ലാസ്റ്റ് 1 month സ്പെസിഫിക്കലി ഒരു നീറ്റ് ആസ്പിരന്റ് എന്തായിരിക്കും ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. ചില ആൾക്കാർ വിചാരിക്കായിരിക്കും കുറച്ചുകൂടി തിയറി എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഐ വിൽ റീഡ് ഓൾ ദി NCERT സെന്റൻസ് ബൈ സെന്റൻസ്, ലൈൻ ബൈ ലൈൻ, ഡയഗ്രാം ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ഒന്നുകൂടി വായിച്ചു പഠിക്കാം. എനിക്ക് വായിച്ചു പഠിക്കാൻ മാത്രമേ സമയം ബാക്കിയുള്ളൂ. ഐ ഡോണ്ട് ഹാവ് ടൈം ലെഫ്റ്റ് ഫോർ എനിത്തിങ് എൽസ്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. ബട്ട് ഐ വിൽ ടെൽ യു, അതിനേക്കാളും ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് 1 month സ്ട്രാറ്റജി ഷുഡ് ബി ട്രെയിനിങ് യുവർ സെൽഫ് to be more disciplined in the examination hall. കാരണം ഒരു നീറ്റ് ആസ്പിരന്റിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണം. നിങ്ങൾ കഴിഞ്ഞ 11th 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷെ നീറ്റിന് തയ്യാറെടുക്കുന്നവരാകാം, ഓറൽസ് +2 കഴിഞ്ഞ് വീണ്ടും അതിനു വേണ്ടി സെപ്പറേറ്റ് ഇയേഴ്സ് ഡ്രോപ്പ് ചെയ്ത് നീറ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാകാം. ആരായി കഴിഞ്ഞാലും നമുക്ക് ലാസ്റ്റ് 1 month സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ആൻഡ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നത് ഓൾ ഇന്ത്യയിൽ ഉച്ചയ്ക്കുള്ള സമയമാണ്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5:20 വരെയാണ്. നമ്മളാണെങ്കിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നത് 2 മണിക്കല്ല. നമ്മൾ അതിന്റെ 1.5 hours മുന്നേ അല്ലെങ്കിൽ 2 hours മുന്നേ എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്തും. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടും. ഒരു പക്ഷെ ട്രാവൽ ചെയ്യേണ്ടി വരും. സോ യു വിൽ ബി വെരി എക്സോസ്റ്റഡ്. യു മൈറ്റ് ബി ഡീഹൈഡ്രേറ്റഡ്. വെള്ളമൊന്നും കുടിക്കാണ്ടൊക്കെ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ഫൈനലി യു റീച്ച് അറ്റ് ദി എക്സാമിനേഷൻ ഹാൾ. അവിടെ ഇരുന്നു. ആൻഡ് നൗ ദ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നിങ്ങളുടെ ബോഡി ഷുഡ് ബി വെരി ആക്റ്റീവ്, ബ്രെയിൻ ഷുഡ് ബി വെരി ആക്റ്റീവ്. സാച്ചുറേറ്റഡ് ആവാൻ പാടില്ല, ചുറ്റുള്ളത് ശ്രദ്ധിക്കരുത്. ഇങ്ങനെയൊക്കെ ഉറക്കം വരാൻ പാടില്ല. ആ സ്ലീപ്പി മോഡിൽ നിന്നൊക്കെ നമ്മൾ മാറി റീകവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുക. നന്നായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയുള്ളൂ. സോ നമുക്ക് അബണ്ടന്റ് ഓഫ് നോളജ് ഉണ്ടായിട്ടല്ല, ഫൈനലി നിങ്ങൾ എങ്ങനെ എക്സാമിനേഷൻ ഹാളിലെ എക്സാമിനേഷൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നു ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ അവസാനത്തെ 1 മാസം ട്രെയിൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് അവർ കൺക്ലൂഷൻ. ആൻഡ് എങ്ങനെ, അപ്പൊ കുറെ ആൾക്കാർക്കുള്ള ഡൗട്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് ആ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ എന്നെ ട്രെയിൻ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി യു ഹാവ് ടു റൈറ്റ് ദി എക്സാം. യു ഹാവ് ടു റൈറ്റ് ദി എക്സാം. ആ സമയത്ത് തന്നെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ മൈൻഡ് ആക്റ്റീവ് ആക്കണം. സോ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ദിവസവും, എസ്പെഷ്യലി വെൻ ദ ടൈം ഈസ് ഫ്രം 2 to 5:30, യു ഹാവ് ടു ബി വെരി ആക്റ്റീവ്. യുവർ മൈൻഡ് ഷുഡ് ബി ആക്റ്റീവ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് കാൽക്കുലേഷൻ ചെയ്യണം, നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് 1 month എക്സാമിനേഷൻ ഷെഡ്യൂൾ ആണ് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൈലം ഈസ് പ്രസന്റിംഗ് യു ദി ഫുൾ ടോപ്പിക് പ്രീ നീറ്റ് മോക്ക് എക്സാമിനേഷൻ. നമ്മുടെ ആദ്യത്തെ പ്രീ നീറ്റ് മോക്ക് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് 4-ാം തീയതിയാണ്, April 4. ഈ എക്സാമിനേഷൻ നമ്മൾ എഴുതണം. ദിസ് ഇസ് എൻ ഓൺലൈൻ എക്സാമിനേഷൻ. ആൻഡ് അറ്റ് വാട്ട് ടൈം എത്രയാണ്? 2 മണി തൊട്ട് 5:20 വരെയാണ് സമയം. ഈ സമയത്ത് തന്നെ എക്സാമിനേഷൻ എഴുതണം. കാരണം നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതിനോട് പൊരുത്തപ്പെടണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? ഞാൻ ശീലിച്ച രീതിയിലായിരിക്കും എന്റെ ബോഡി എപ്പോഴും, എന്റെ മൈൻഡ് എപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ബോഡി അങ്ങനെ ട്രെയിൻ ചെയ്യണം, മൈൻഡിനെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ടൈം ഓഫ് എക്സാമിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5:20 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം. മേ ബി യു ഫീൽ ലൈക്ക് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇനിയിപ്പോ ബാക്കിയൊക്കെ ഞാൻ നോക്കണം, ബാക്കി പിന്നെ നോക്കാം. ഡോണ്ട് ഡു ദാറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് 3.5 hours ഇരുന്ന് ക്വസ്റ്റ്യൻസ് കണ്ട് അതിങ്ങനെ ചിന്തിച്ചെടുക്കാനുള്ള പവർ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. സോ നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോഴാണ്. ആൻഡ് ദെൻ 7-ാം തീയതി, വിച്ച് ഈസ് അവർ സൺഡേ എന്നുള്ളത് GIBയുടെ സമയമാണ്. ഓഫ്ലൈൻ എക്സാമിനേഷൻ എഴുതേണ്ട സമയമാണ്. GIBയുടെ എക്സാമിനേഷൻ, ഒരുപാട് ഓഫ്ലൈൻ എക്സാംസ് ഈ മാസം നമ്മൾ സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാണ്. ആൻഡ് വൈ സോ മെനി ഓഫ്ലൈൻ എക്സാംസ്? എന്തുകൊണ്ടാണ് എല്ലാം ഓൺലൈൻ എക്സാംസ് ആക്കി മാറ്റാത്തത്? ബിക്കോസ് ഓഫ്ലൈൻ എക്സാം ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ട്രാവൽ ചെയ്ത് ഒരുപക്ഷെ ക്ഷീണിച്ച് എക്സോസ്റ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. ബട്ട് യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ് ആക്റ്റീവ് ടു റൈറ്റ് ദി ഓഫ്ലൈൻ എക്സാം. അതിൽ വേറെ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ വരുത്താൻ പാടില്ല. സൺഡേ നമ്മുടെ GIB നടക്കാൻ വേണ്ടി പോവുകയാണ്. ഓഫ്ലൈൻ സെന്ററുകളിൽ വെച്ച് നമ്മുടെ എക്സാമിനേഷൻ നടക്കും. പക്ഷെ ഈ സൺഡേയില് ടൈമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കല്ല. ഡ്യൂ ടു റംദാൻ നമ്മുടെ എക്സാമിനേഷൻ, ഈ സൺഡേയിൽ നടക്കുന്ന എക്സാമിനേഷൻ സംഭവിക്കുന്നത് മോർണിംഗ് 10 o'clock
രാവിലെ 10 മണി തൊട്ടുള്ള എക്സാമിനേഷൻ ആണ്. കണ്ടിന്യൂസ് 3.5 hours നടക്കുന്ന എക്സാമിനേഷൻ. സോ ആ സമയം പ്രത്യേകം നോക്കുക. മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ 7th April നടക്കുന്ന GIBക്ക് വേണ്ടി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ച് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഓരോ എക്സാംസ് കഴിയുമ്പോഴും അതിലുള്ള തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ May 5 എക്സാമിനേഷൻ എഴുതിയിട്ട് അതിനുശേഷം അതിൽ തെറ്റ് തിരുത്താൻ നമുക്കൊരു അവസരമില്ല. സോ റൈറ്റ് ഓൾ ദി എക്സാംസ്. ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് കാണണം. നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന എറർ, നമ്മൾ ഏതെങ്കിലും ചിന്തിച്ച രീതിയിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് ദെൻ യു ഹാവ് സ്റ്റഡി ലീവ് ആസ് വെൽ. ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് ഒക്കെ എടുത്തു. ബ്രേക്ക് ഇൻ ദ സെൻസ് ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയുള്ള ലീവാണ്, അല്ലാതെ നമുക്ക് വേറെ സമയമില്ല. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞ് 9ാം തീയതി വീണ്ടും നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് പ്രീ നീറ്റ് മോക്ക് എക്സാമിനേഷൻ ഓൺലൈനായിട്ട് എഴുതാം. ശേഷം വീണ്ടും 2 ദിവസം സ്റ്റഡി ലീവ് ഉണ്ട്. അടുത്ത 12ാം തീയതി ഫ്രൈഡേ വീണ്ടും ഫുൾ ടോപ്പിക് പ്രീ നീറ്റ് എക്സാം നമ്മൾ എഴുതുന്നു. സൺഡേ ശരിക്കും നമ്മുടെ GIBയുടെ സമയമായിരുന്നു. പക്ഷേ വിഷു പ്രമാണിച്ച് നമ്മൾ 14ാം തീയതി അല്ല നമ്മുടെ GIB നടത്തുന്നത്, 15-നാണ്. ഈ GIB മാത്രം മൺഡേയിലാണ് നടക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് ദ ടൈം വിൽ ബി ആസ് യൂഷ്വൽ 2 to 5:20. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്. അപ്പം നമ്മുടെ മൺഡേയിൽ നടക്കുന്ന GIB ഓഫ്ലൈൻ എക്സാമിനേഷൻസ് എല്ലാവരും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു, അതിലുള്ള തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നു. മാക്സിമം ആ ഭാഗത്ത് നിന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ മാക്സിമം കവർ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും ചെയ്യേണ്ട കാര്യം. പിന്നെ വീണ്ടും ഒരു ദിവസം സ്റ്റഡി ലീവ് ആണ്. ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ വരുന്നു, വീണ്ടും സ്റ്റഡി ലീവ്, ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ, സ്റ്റഡി ലീവ്. അടുത്ത സൺഡേ ആയി. സൺഡേ നമ്മുടെ GIBക്കുള്ള സമയമാണ്. അങ്ങനെ ആ GIB നമ്മൾ എഴുതുന്നു. വീണ്ടും നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് എക്സാം, സ്റ്റഡി ലീവും ഫുൾ ടോപ്പിക് എക്സാമിനേഷനും, സ്റ്റഡി ലീവ് ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ, 2 സ്റ്റഡി ലീവ്. അടുത്ത സൺഡേ ആയി നമ്മുടെ GIB എക്സാമിനേഷൻ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സൺഡേ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? നോ, ദാറ്റ് ഈസ് അവർ ഫൈനൽ ഡേ. അതാണ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്ന ദിവസം. അതുകൊണ്ട് ആ സമയത്തേക്ക് കുറച്ചുകൂടി നിങ്ങളെ നന്നായി പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടി അത് കഴിഞ്ഞു വരുന്ന 30ാം തീയതി അതുപോലെ May 1, 2 ദിവസങ്ങളിൽ GIB എക്സാംസ് നടക്കുന്നുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ഓൾ ദീസ് എക്സാംസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത്രയും എക്സാംസ് എഴുതുമ്പോൾ തന്നെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകും. ആ ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോയാലും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ആ ഏരിയാസ് ആ ദിവസം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. Because there is a very high probability to be asked from the same area in the NEET examination. അതുകൊണ്ട് ഇത്രയും എക്സാംസ് നമ്മൾ എഴുതുമ്പോൾ ടോട്ടൽ നോക്കിയേ 7 GIBസും ഓഫ്ലൈൻ ആയിട്ട് 7 പരീക്ഷയും ഓൺലൈൻ ആയിട്ട് 7 പരീക്ഷയാണ് നമ്മൾ എഴുതുക. സോ ടോട്ടൽ 14 പരീക്ഷകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് ടൈം വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ പഠിക്കണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നമുക്ക് ഈ വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ നമ്മളിത് തന്നെയാകും. പക്ഷെ എല്ലാ എക്സാംസും എഴുതുക, എല്ലാ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക, തെറ്റുകൾ തിരുത്തുക, അടുത്ത എക്സാമിന് വേണ്ടി വീണ്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ലാസ്റ്റ് 2 days will be YouTube sessions exclusively for you. അവിടെ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മാക്സിമം ഏതൊക്കെ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യണം, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐഡിയാസും തരാൻ ഫുൾ ടൈം നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഫുൾ ടൈം നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ 3rd and 4th നമ്മുടെ യൂട്യൂബ് സെഷൻസ് ആണ്. 5ാം തീയതി നമ്മളെല്ലാവരും നമ്മുടെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി അതത് സെന്റേഴ്സിലേക്ക് പോകും. വളരെ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതിയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് എല്ലാവർക്കും എക്സാമിനേഷൻ സെന്ററിന് പുറത്തേക്ക് വരാൻ സാധിക്കണം. അതിനു വേണ്ടിയുള്ള പ്രയത്നമായിരിക്കണം അടുത്ത 1 മാസം എന്ന് മാത്രമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. സോ സൈലം അവതരിപ്പിക്കുന്ന ഈ ഒരു ഫുൾ പാക്ഡ് എക്സാം ഷെഡ്യൂൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ബിക്കോസ് അത് ഡെഫിനറ്റ്ലി നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. ആൻഡ് ഈവൻ മോർ സർപ്രൈസസ് ആർ വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. അതുകൊണ്ട് അടുത്ത 1 മാസത്തേക്കുള്ള പ്ലാൻ ഇതേപോലെ നിങ്ങൾ കൊണ്ടുപോകുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.